SNDP ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതര നിരീക്ഷണങ്ങളാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയത്. അയോഗ്യത നിലവിൽ വന്ന 2015 ശേഷവും തലസ്ഥാനത്ത് വെള്ളാപ്പള്ളി തുടർന്നുവെന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ കോടതി വെള്ളാപ്പള്ളിക്ക് തലസ്ഥാനത്ത് തുടരാമെന്ന രജിസ്ട്രേഷൻ IG-യുടെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ഡയറക്ടർമാർക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറില്ല. ഇവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. 2014-15 മുതൽ 3 വർഷത്തെ വാർഷിക കണക്ക് നൽകിയിട്ടില്ല. SNDP യോഗത്തിന്റെ ഭരണനിർവഹണം തടസ്സപ്പെടുത്തരുത്. അതിനാൽ തെരഞ്ഞെടുപ്പ് വരെ താൽക്കാലിക ഡയറക്ടർമാരെ നിയമിക്കണം. SNDP യോഗം നിയമപരമായും സുതാര്യപരമായും ഭരിക്കപ്പെടേണ്ടത് പൊതു താൽപര്യമാണ്. വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് സംഘടനയെ ഉപയോഗിക്കരുത്. SNDP യോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും അവകാശമുണ്ട്. വോട്ടവകാശം നിയന്ത്രിക്കുന്ന ബൈലോ ഭേദഗതി നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ നീക്കിയത്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള SNDP യോഗം തുടർച്ചയായി 3 വർഷം രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് തങ്ങളുടെ കണക്കുകൾ ഹാജരാക്കിയില്ല. അങ്ങനെ നൽകിയില്ലെങ്കിൽ അയോഗ്യതയ്ക്ക് കാരണമാകും. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വെള്ളാപ്പള്ളിയെ സ്ഥാനത്തു നിന്നും നീക്കാൻ ഉത്തരവിട്ടത്. അന്തരിച്ച പ്രൊഫസർ MK സാനുമാഷാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ് SNDP യോഗം. 2006 ശേഷം സംഘടനാ ഓഡിറ്റ് കണക്കുകൾ അധികൃതർക്ക് സമർപ്പിച്ചിട്ടില്ലെന്നും അതിനാൽ ബോർഡംഗങ്ങൾ തുടരാൻ അർഹതയില്ല എന്നുമായിരുന്നു ഹർജി. സുഗമമായ ഭരണത്തിനായി അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നു.